ഹലോ ഗൈസ്, എനിക്ക് ആദ്യമായിട്ട് റീച്ച് കിട്ടിയ വീഡിയോയിൽ നിറയെ പൂരത്തെറിയായിരുന്നു. എവിടെയാണ് വെള്ളം എന്ന് ചോദിച്ചിട്ട് നല്ല പച്ചത്തെറി തന്തയ്ക്കും തള്ളയ്ക്കും സ്മരണ വരെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഇമാതിരി തെറി പറയണത്? എനിക്കും ഒരു ഐഡിയ ഇല്ല. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് റീച്ച് കിട്ടിയപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ സന്തോഷിച്ചതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് വെള്ളം വരാണ്ട് കിടക്കുന്ന കനാലാണിത്. അപ്പോൾ ഇതിൽ നിറച്ച് കാടും പടലും പുല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് അത് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് അവർ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ 1, 2, 3 ദിവസത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം വിടും, അപ്പോൾ ഇന്നും കൂടെ നിങ്ങൾക്ക് പണിയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് അകലെ നിന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. റീച്ച് ആവണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടല്ല ഞാൻ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ തീരെ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോണാണ്. സോ അതുകൊണ്ട് വെള്ളം വരുന്നത് കാണാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങേ അറ്റത്തുനിന്ന് പതിയാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതിന് ഞാൻ കേട്ട എമ്മാതിരി തെറികൾ, പല സൈസിലും ഭാഷയിലുള്ള തെറികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി പ്രമാണിച്ച് അവർ ആദ്യം കുറേശ്ശെ വെള്ളമാണ് ഇട്ടത്. അപ്പോൾ വെള്ളം വരുമ്പോൾ പണി നിർത്താനുള്ള സെറ്റപ്പിലാണ് ചേച്ചിമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവർ കുറേശ്ശെ വെള്ളം വന്നപ്പോൾ അവർ കയറി പോവുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. അതിന് ഞാൻ കേൾക്കാത്തതില്ല. എന്തായാലും ആ വീഡിയോയ്ക്ക് 300Kൻ്റെ മുകളിലായിരിക്കണം കേട്ടോ ഇപ്പോൾ വ്യൂവേഴ്സ്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സ് കമൻറ്റ് വരുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്തായാലും അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും കൂടെ ഒരു പാഠം കൂടെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ വെള്ളം കണ്ടില്ല, വെള്ളം എവിടെ ഏതിക്കടെ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വെള്ളമാണ് കേട്ടോ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് അതിൻ്റെ ബാക്കി വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ണ് നിറച്ച് കണ്ടോളൂ, ഇതാണ് അവിടെ വന്ന വെള്ളം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്താണ് ഈ ഒരു കനാലിൻ്റെ പണി നടക്കുന്നത് കേട്ടോ. ഒരു 10-25 വർഷത്തിൻ്റെ മേലെയായി ഇതിൻ്റെ അകത്ത് വെള്ളം വന്നിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വെള്ളം വരുമ്പോൾ നമുക്ക് നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിട്ടോ. പക്ഷെ അത് ഇത്രയും വലിയ റീച്ചിലോട്ട് പോകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ എന്തായാലും വെള്ളം കാണാത്തവരൊക്കെ കണ്ടോളൂ കേട്ടോ. നമ്മൾ ഈ വെള്ളം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ആ ഒരു സന്തോഷം പങ്കുവെക്കണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ കമൻ്റ് ഇട്ടവർക്കും റീച്ചാക്കി തന്നവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.